എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് വൃശ്ചികം രാശിയുടെ ഗുരുവിൻ്റെ കർക്കിടകത്തിലേക്കുള്ള വരവ് എങ്ങനെ അവരെ രക്ഷപ്പെടുത്തുമോ അതോ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ എന്ന് നക്ഷത്ര രീതിയിൽ, അതായത് വൃശ്ചികം രാശി എന്നുള്ളത് പൊതുവെ എടുക്കുകയാണെങ്കിലും അതിനകത്ത് 3 നക്ഷത്രങ്ങളുണ്ട്, നമുക്കറിയാം. അതായത് വിശാഖത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, പിന്നെ അനിഴം, തൃക്കേട്ട, ഒരു ഗുരുവിൻ്റെ നക്ഷത്രം, ഒരു ശനിയുടെ നക്ഷത്രം, ഒരു ബുധൻ്റെ നക്ഷത്രം. ഇതിന് 3 നക്ഷത്രങ്ങൾക്കും നക്ഷത്ര രീതിയിൽ ഗുരുവിൻ്റെ വരവും മറ്റ് ഗ്രഹങ്ങളുടെ പൊതുവായിട്ടുള്ള വരവും ഞാൻ ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കുറച്ച് ചുരുക്കമായി പറയാൻ ശ്രമിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഗുരു എന്താ പറയുന്നത്, ശരിക്കും നമ്മളെ ഒരു പ്രശ്നം നോക്കിയാൽ തന്നെ പറയും ഗുരു ഭഗവാനാണ്, ഗുരു മറഞ്ഞിരിക്കുന്നു, അല്ലെ ഗുരു അഷ്ടമത്തിലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ആചാര്യന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രശ്നം നോക്കുന്നില്ല, ഗുരു മറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ. കാരണം ഗുരു അത്രയ്ക്ക് പ്രാധാന്യമാണ്, ശനിയെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് ഗുരുവും. അപ്പം ഗുരു ഭഗവാൻ നമ്മുടെ വൃശ്ചിക രാശിയുടെ 8ാം ഭാവത്തിലായിരുന്നു ഇന്നലെ വരെ, അതായത് ഒക്ടോബർ 8 തീയതി വരെ ഉണ്ടായിരുന്നത്. അദ്ദേഹം 8-ൽ മറഞ്ഞിരിക്കുകയായിരുന്നു വരെ, അതായത് ദൈവികമായ സപ്പോർട്ട് മറഞ്ഞിരിക്കുകയായിരുന്നു എന്നർത്ഥം വൃശ്ചികൻ രാശിയെ സംബന്ധിച്ചിടത്തോളം. ആ 8-ൽ നിന്ന് അദ്ദേഹം ഭാഗ്യരാശിയായ 9ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം, ഓടിപ്പോകുന്നവർക്ക് പോലും ഗുരു 9-ൽ വന്നാൽ അവർക്ക് സ്ഥാനം കിട്ടുമെന്നാണ് പഴയ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? നമുക്കറിയാം ഇതിനെപ്പറ്റി. അപ്പോൾ ഗുരു അവിടേക്ക് 9ാം ഭാവത്തിലേക്ക് വന്നു, പൊതുവെ നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് അതിലും ചില കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട്. ഞാൻ ആദ്യമേ ഗുരുവിൻ്റെ ബാധകാധിപത്യം മാനവാധിപത്യം ഒന്നും അല്ല പറയാൻ പോകുന്നത്. ഗുരു വന്നിട്ട് ഓരോ നക്ഷത്രത്തിനും എങ്ങനെ എഫക്റ്റ് ആണെന്ന് നമുക്ക് സ്റ്റാർ അസ്ട്രോളജി പ്രകാരം കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കാം, പൊതുവെ ചിന്തിക്കാറ്. അതനുസരിച്ച് നോക്കുമ്പം ഗുരു വന്നിട്ട് നമ്മുടെ വിശാഖ നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിന്, ഞാൻ പറഞ്ഞ 19ാമത്തെ നക്ഷത്രമായിട്ട് പുണർദത്തിൽ വന്നിരിക്കുകയാണ്. അതായത് 10ാമത്തെ, അതായത് 1ാമത്തെ നക്ഷത്രം ജന്മനക്ഷത്രം എന്ന് പറയും. ജന്മനക്ഷത്രത്തിലെ ഗുരു ഒരിക്കലും ഞാൻ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നല്ല പറയുന്നത്. പക്ഷേ ഗുരുവിൻ്റെതായിട്ടുള്ള ഒരു മാനസികമായ ടെൻഷൻ ഈ വിശാഖ നക്ഷത്രത്തിനുണ്ടാകും. കാരണം അത് ജന്മനക്ഷത്രത്തിലായ 19ാമത്തെ നക്ഷത്രത്തിൽ നിൽക്കുന്നതാണ് കാരണം. രണ്ടാമത് നമുക്ക് പിന്നെ അനിഴം നക്ഷത്രത്തിന് ഗുരു എങ്ങനെ എഫക്റ്റ് ആകുന്നത് 18ാമത്തെ നക്ഷത്രമാണ്. ഈ 18ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൈത്ര നക്ഷത്രമാണ്, 9ാം ഭാവമാണ്. പക്ഷേ 18ാമത്തെ നക്ഷത്രത്തിന് വേറെ ഒരു പേരുണ്ട്, എന്താണെന്നറിയാമോ? പണവേഹ നക്ഷത്രം എന്ന് പറയും. അതായത് പൈസയുടെ കാര്യങ്ങളിൽ അനിഴം നക്ഷത്രം വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം 18ാമത് വേദ നക്ഷത്രമാണ്, പണത്തിനെ വേദിക്കുന്നതാണ്. അപ്പം പൈസ കൈകാര്യം ചെയ്യുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള നക്ഷത്രമാണ് അനിഴം. അതായത് ഞാനീ പറയുന്നത് പിന്നെ അതിസാര ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ചികത്തിലായ 8ാം ഭാവത്തിൽ നിന്ന്, വൃശ്ചികത്തിൻ്റെ 8ാം ഭാവത്തിലായ മിഥുനത്തിൽ നിന്ന ഗുരു അദ്ദേഹം വന്നിട്ട് 9ലേക്ക് മാറും, അതിസാരത്തിൽ വരികയാണ്. വീണ്ടും തിരിച്ച് പലയിടത്ത് വരെ പോകും, അത് വേറെ കാര്യം. പക്ഷേ 3 മാസത്തേക്ക് ഏകദേശം ഡിസംബർ 21 തീയതി വരെ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണ് ഓരോ നക്ഷത്രത്തിനെയും അത് എങ്ങനെയാണ് പൊതുവേ വൃശ്ചികത്തിൻ്റെ 9ാം ഭാവത്തിൽ ഇരിക്കുന്നു, ഭാഗ്യസ്ഥാനത്ത് ഇരിക്കുന്നു, ഭാഗ്യമുണ്ട്. അത് നമ്മൾ എന്താ പറയുന്നത്, അതിൻ്റെ രാശി കണക്കിൽ നമ്മൾ നോക്കുന്നു. പക്ഷേ നക്ഷത്ര കണക്കിൽ നോക്കുമ്പം, ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പം നമുക്കൊരു 3 നക്ഷത്രമുണ്ട് ഏകദേശം ഒരു രാശിയിൽ. അപ്പോൾ 3 നക്ഷത്രത്തിനും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. വിശാഖത്തിന് ഇങ്ങനെയുണ്ട്. പക്ഷേ വിശാഖത്തിൻ്റെ അധിപനായ ഗുരു ആയതുകൊണ്ട് ഗുരു വന്നിട്ട് അധിക രീതിയിലൊന്നും വിശാഖത്തിനെ ബാധിക്കില്ല. ഇപ്പം ജന്മനക്ഷത്രമാണല്ലോ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ അനിഴ നക്ഷത്രത്തിന് വേദനക്ഷത്രമാണ്, അതായത് പണവേദ നക്ഷത്രമാണ് 18 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നതിന് ദയവ് ചെയ്ത് സൂക്ഷിച്ചു ചെയ്യുക. പിന്നെ അടുത്തത് കേട്ട നക്ഷത്രം.
കേട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുരു വന്നിട്ട് 8ാമത്തെ നക്ഷത്രമാണ്, ക്ഷേമ നക്ഷത്രമാണ്. കേട്ടയ്ക്ക് ഗുരു വളരെ നന്നായിട്ട് വർക്കാകാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനീ പറയുന്നത് പൊതുവെ നക്ഷത്ര ശാസ്ത്രപ്രകാരമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗുരു മാത്രമല്ല, നമുക്ക് പൊതുവെ ഓരോ വിശാഖത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ വന്നിട്ട് ശനി 10ാമത്തെ നക്ഷത്രത്തിലാണ്, ഗുരു 19ാമത്തെ നക്ഷത്രത്തിലാണ്, ശുക്രൻ 24ാമത്തെ നക്ഷത്രത്തിലാണ്, മെർക്കുറി അതായത് ബുധൻ വന്നിട്ട് 27ാമത്തെ നക്ഷത്രത്തിലാണ്, ചൊവ്വ രാശ്യാധിപൻ ചൊവ്വ വന്നിട്ട് 27ാമത്തെ നക്ഷത്രത്തിലാണ്. വളരെ നല്ലതുമാണ് കേട്ടോ. അപ്പോൾ രാഹുവും 10ാമത്തെ നക്ഷത്രത്തിലാണ്, കേതു വന്നിട്ട് 23ാമത്തെ നക്ഷത്രത്തിലാണ്. അപ്പോൾ കേതുവിനെ കൊണ്ടൊന്നും സൂക്ഷിക്കണം. കേതു എന്ന് പറയുന്നത് വേറെ നക്ഷത്രത്തിലാണ്, 23ാമത്തെ നക്ഷത്രത്തിലാണ്. വിശാഖത്തിനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വിശാഖത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പരിഹാരങ്ങൾ ഞാൻ പുറകെ പറയുന്നുണ്ട്. അതുപോലെ അനിഴ നക്ഷത്രം, അനിഴ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ശനി ഭഗവാൻ വന്നിട്ട് 9ാമത്തെ നക്ഷത്രത്തിലാണ്. ഗുരു ഞാൻ പറഞ്ഞല്ലോ 18ാമത്തെയാണ്. പണത്തിന്റെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. 23ാമത്തെ നക്ഷത്രത്തിലാണ് ശുക്രൻ, അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ 26ാമത്തെ നക്ഷത്രത്തിലാണ് ബുധൻ, ഇത് നല്ലതാണ്. 26 എന്ന് പറയുന്നത് ബുധനെ സംബന്ധിച്ചോളം, അറിവിനെ സംബന്ധിച്ചോളം വളരെ നന്നായിട്ട് പ്രവർത്തിക്കും. ചൊവ്വ, നമ്മുടെ വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വായും വന്ന് 8ൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം നമ്മുടെ രാശ്യാധിപൻ എപ്പോഴും എവിടെ നിൽക്കുന്നോ അത് വളരെ കൂടുതൽ പ്രയോജനം ചെയ്യും. അതായത് നമ്മുടെ വീട്ടിൻ്റെ ഉടമസ്ഥൻ എവിടെ നിൽക്കുന്നോ അതിനനുസരിച്ച്, നമ്മുടെ വീട്ടിലെ ഏറ്റവും മുഖ്യ കാര്യസ്ഥൻ എവിടെ നിൽക്കുന്നോ അതനുസരിച്ചല്ലേ കൂടുതൽ ആ കുടുംബത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാഹുവിനെ സംബന്ധിച്ചോളം 9ാമത്തെ നക്ഷത്രത്തിൽ രാഹുവിനെ കൊണ്ടും വലിയ ദോഷങ്ങളൊന്നും ഇല്ല. പക്ഷേ കേതു ഒന്ന് സൂക്ഷിക്കണം. അനിഴത്തിൽ കേതു 22ാമത്തെ, അതായത് വൈനാശിക നക്ഷത്രത്തിലാണ് വരുന്നത്. അപ്പം കേതു അവിടെ കൂടെ നടന്ന് കാലെ ചവിട്ടും. അതൊന്ന് സൂക്ഷിച്ചോണം കേട്ടോ. കാരണം കേതുവിൻ്റേതായിട്ടുള്ള കാരകങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ കട്ട് ചെയ്ത് വിടും. കത്രിയാണ് കേതു, നമുക്കറിയാം, അതിൻ്റെ സ്വഭാവം അറിയാം. അപ്പം ഏത് കാര്യമായാലും വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യണം. പ്രത്യേകിച്ച് അനിഴ നക്ഷത്രത്തിന് പണഭേദം വന്നു, ഇത് വന്നു, ഈ 2 കാര്യങ്ങളും ഒന്ന് സൂക്ഷിച്ച് അനിഴ നക്ഷത്രം മുന്നോട്ട് പോയാൽ നന്നായിരിക്കും. ഞാൻ ഈ പറയുന്നത് ഗോചരാവസ്ഥയാണ് പറയുന്നത്, അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അടുത്ത വർഷം ഈ വർഷം മുഴുവനും ഉണ്ടാവുമെന്നല്ല. പക്ഷെ കേതുവിനെയൊക്കെ സംബന്ധിച്ചോളം ഏകദേശം 1 വർഷത്തേക്കുണ്ട്. മറ്റ് ഗ്രഹങ്ങളെ പഴിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് വളരെ നമുക്ക് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒക്ടോബറിലെ മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ കേട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ശനി 8ാമത്തെ നക്ഷത്രത്തിലാണ്, അത് നല്ലതാണ്. ഗുരുവും 8ാമത്തെ നക്ഷത്രത്തിലാണ്, അത് നല്ലതാണ്. പക്ഷേ ശുക്രൻ വൈനാശികത്തിൽ വരുന്നു. ഈ വൈനാശിക നക്ഷത്രത്തിൽ 22ാമത്തെ നക്ഷത്രം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സൂക്ഷിക്കണം. വീനസിനെ കൊണ്ട് ശുക്രനെ കൊണ്ട് കേട്ട നക്ഷത്രം സൂക്ഷിക്കണം. കാരണം അത് നമ്മുടെ കൂടെ ഇരുന്ന് ശുക്രന്റെ കാരകത്വങ്ങൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ശുക്രന്റെ കാരകത്വങ്ങളെ നമ്മളെ ഒന്ന് സൂക്ഷിക്കണം ഈ സമയത്ത്. അതുപോലെ ബുധൻ വന്നിട്ട് 27ാമത്തെ നക്ഷത്രമാണ്, നല്ലതാണ്. ചൊവ്വായും 7ാമത്തെ 25ാമത്തെ നക്ഷത്രം മീൻസ് നന്നായിട്ടുണ്ട്. നല്ല രത്നാധിപനും നന്നായിട്ടുണ്ട്. രാഹു പൂര 8ലാണ്, അതും നല്ലതാണ്. കേതു 3ലാണ്. 3 പറയുമ്പം നമുക്ക് എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ഒരു പ്രയോജനപ്പെടുമെന്ന് വെച്ചാൽ ഇല്ല. അതൊരു വിപത്തുധാരയാണ് കേതു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും കേതു വന്നിട്ട് ഈ തെക്കേട്ട നക്ഷത്രക്കാരൊക്കെ നൈറ്റ് ഡ്രൈവിങ്ങിനൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഈ സമയത്ത് കേട്ടോ. കാരണം അത് അങ്ങനെയാണ്, വിപത്തുധാരയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പം പൊതുവേ ഞാൻ ഈ നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമുക്ക് പൊതുവേ വന്നിട്ട് വൃശ്ചിക രാശി സംബന്ധിച്ചോളം 9ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുമാത്രമല്ല ഗുരു എന്ന് പറയുന്നത് നമ്മളുടെ വൃശ്ചിക രാശിയുടെ 11ാം ഭാവത്തെ നോക്കുന്നു, ലാഭസ്ഥാനത്തെ നോക്കുന്നുണ്ട്. അതേ സമയത്ത് 2ാം ഭാവത്തെ, അതായത് ധനഭാവത്തെ നോക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിന് പൈസയൊക്കെ കിട്ടും. പുതിയ ഏതെങ്കിലും മണി ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം ഗുരുവിൻ്റെ ഒരു ഇതുണ്ട്. അതുപോലെ ലാഭസ്ഥാനത്ത് ഗുരുവിൻ്റെ നോട്ടം വളരെ നല്ല കാര്യമാണ്. പുത്രസ്ഥാനത്ത് നോക്കുന്നത്, പുത്രൻ്റെ സ്ഥാനത്ത്, അതായത് 3ാം ഭാവം എന്ന് പറയുന്നത് 4ാം ഭാവമാണല്ലേ. അപ്പം
പുത്രസ്ഥാനത്ത് ഗുരു എന്ന് പറയുന്നത് പുത്രനാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുരു നന്നായിട്ട് വന്നാൽ നമ്മുടെ പുത്രന്മാർ നമ്മുടെ കുട്ടികൾ നന്നായിട്ടുണ്ടാകുമെന്ന് അർത്ഥം. ഗുരു മറിഞ്ഞിരിക്കുന്ന ആ സമയത്ത് കുട്ടികളുമായിട്ടൊക്കെ നമ്മളെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനും അവരെ കൊണ്ട് വിഷമിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു. അത് 8ാം ഭാവത്തിൽ ഗുരു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ്. അത് 9ലേക്ക് വന്നപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്നെസ് നമുക്ക് സംഭവിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പം നിങ്ങളുടെ ഈ കാര്യങ്ങൾക്ക് നമുക്കൊരു ചെറിയ പരിഹാരം നോക്കാം. ഈ പരിഹാരം നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാം സുഹൃത്തുക്കളെ, ഇത് വന്നിട്ട് അത്യന്തികം അതായത് ഫൈനൽ അല്ല. കാരണം പരിഹാരം നമ്മൾ നോക്കുന്ന ഗോചരത്തിനെ മാത്രമാണ്. നമ്മുടെ ജാതകത്തിൻ്റെ 10% ഭാഗം മാത്രം നിർണ്ണയിക്കുന്ന ഗോചരാവസ്ഥയെ പറ്റി മാത്രമാണ് നമ്മൾ പറയുന്നത്. ബാക്കി 30% നമ്മളുടെ ജാതകത്തിൻ്റെ അതായത് ഗ്രഹങ്ങളുടെ നമ്മൾ ജനിച്ച സമയത്തെ ഗ്രഹനിലയും 30% ദശാബുദ്ധിയും 30% നമ്മളുടെ ഗണ്ഡാന ദോഷങ്ങളോ മറ്റു ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയും വേണം. 10% ഗോചരം. അപ്പം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ദയവ് ചെയ്ത് നമ്മുടെ ജാതകം ഒരു ആചാര്യനെ കൊണ്ട് കാണിച്ച് അതിനകത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്യണം. ഗണ്ഡാന ദോഷങ്ങൾ 8 ദോഷങ്ങളുണ്ട്. ആ 8 ദോഷങ്ങളും ക്ലിയറായിട്ട് നോക്കി അതിനുള്ള പരിഹാരം ചെയ്ത ശേഷം നമ്മുടെ ദശാനാഥനും ദശാഭുക്തി ഈ 2 നാഥന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ, അത് ബാധകനാണോ മാരകനാണോ മുടക്കാണോ എന്നൊക്കെ നോക്കി അതല്ലാന്ന് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എടുത്ത ശേഷം നമ്മൾ ഈ ഗോചരാവസ്ഥയെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. അതൊക്കെ മുടങ്ങിക്കിടന്ന് ഗോചരം മാത്രം ഗുരു വന്ന് സൂപ്പറായിട്ട് നിന്നിട്ടൊന്നും വലിയ കാര്യമില്ല. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് അത് കെയർഫുള്ളായിരിക്കണം അക്കാര്യത്തിൽ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജാതകം നോക്കാനോ അല്ല നിങ്ങളുടെ സമയദോഷങ്ങൾ മാറ്റാനോ പരിഹാരങ്ങൾ മാറ്റാനോ എന്ത് ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഭഗവാന്റെ കാരുണ്യത്താൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്കത് പറയാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് മെസ്സേജിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. വിളിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിയുന്നതും പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാം ശുഭമായി നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ അനുഗ്രഹങ്ങളും എനിക്ക് വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമസ്കാരം.